ചെമ്മനീർ പൂവിന്റെ ഇന്നത്തെ വിശേഷത്തിലേക്ക് പോവാം. ആന്റണിയും രേവതിയും കൂടെ തർക്കങ്ങളൊക്കെ നടക്കുന്നുണ്ട്. നിങ്ങളുടെ ഭർത്താവാണ് മൊഴി കുടിയൻ, അല്ലാതെ ഞാനല്ല. അയാളല്ലേ കുടിച്ചിട്ട് എല്ലാവരുമായിട്ട് അടിയുണ്ടാക്കാനൊക്കെ നടക്കുന്നത്. എടാ നീ എന്താ എൻ്റെ സച്ചേട്ടനെ പറ്റി പറഞ്ഞതെന്ന് പറഞ്ഞിട്ട് ആന്റണിനെ അടിക്കാൻ രേവതി കൈയൊക്കെ വാങ്ങുന്നുണ്ട്. ഇനി മേലല്ല എൻ്റെ അനിയൻ്റെ കൂടെ നിന്നെ കണ്ടുപോകരുത്. കണ്ടാലുണ്ടല്ലോ ആര് തടഞ്ഞാലും നിന്നെ ഞാൻ അടിച്ച് ശരിയാക്കും എന്നൊക്കെ പറയുകയാണ്. ശരി ചേച്ചി, ഞാനൊന്നിനും ഇല്ലാന്ന് പറഞ്ഞിട്ട് ആന്റണി അവിടെ നിന്ന് വണ്ടി എടുത്തുകൊണ്ട് പോവുകയും ചെയ്യുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ സച്ചിനെയാണ്. സച്ചി നേരെ അനൂപിൻ്റെ അടുത്തേക്ക് വരികയാണ്. അനൂപും കുറേ രാഷ്ട്രീയക്കാരൊക്കെ അവിടെ ഇരിപ്പുണ്ട്. അപ്പം അനൂപ് പറയുന്നുണ്ട്, എടാ സച്ചി, നമുക്കൊരു സെക്കൻഡ് ഹാൻഡ് കാർ വേണം. ഇദ്ദേഹത്തിനാണ് കാർ വേണ്ടത്. അപ്പം ഞാനാ നിൻ്റെ കാര്യം പറഞ്ഞത്. നിനക്കൊരു കാർ തൊട്ടാൽ തന്നെ എല്ലാം അറിയാലോ അതിനെ പറ്റിയിട്ടുള്ളത്. അപ്പം നീ തന്നെ നല്ലൊരു കാർ ഇദ്ദേഹത്തിന് സെറ്റാക്കി കൊടുക്കണമെന്ന് പറയാം. അതിനെന്താടാ, ഞാൻ തന്നെ വാങ്ങി കൊടുക്കാമല്ലോ. ഞാൻ എൻ്റെ കാർ വാങ്ങിയ ഒരു ഷോറൂം ഉണ്ട് ഇവിടെ. അത് നല്ല വിശ്വാസമുള്ള സ്ഥലമാണ്, നമുക്ക് അങ്ങോട്ടേക്ക് തന്നെ പോകാമെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് പോകുന്നു. അന്നേരം നമ്മുടെ സുധിയാണെന്നുണ്ടെങ്കിൽ അതേ ഷോറൂമിൽ കാർ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ സുധി കുറേ കാറൊക്കെ നോക്കുന്നുണ്ട്. അപ്പോൾ അവിടുത്തെ ആൾ ചോദിക്കുന്നുണ്ട്, സാർ കുറേ കാർ നോക്കിയല്ലോ, ഇപ്പോൾ ഒരു 10 കാറെങ്കിലും നോക്കിയിട്ടുണ്ട്, സാറിന് ഒന്നും ഇഷ്ടപ്പെട്ടില്ലേ? കാർ വാങ്ങിക്കാൻ തന്നെ വന്നതാണോ? പിന്നെ താനെന്താ വിചാരിച്ചത് ഞാൻ ഇവിടെ വന്നിട്ട് ഈ കാറുകളൊക്കെ നോക്കി വെള്ളം ഇറക്കാൻ വന്നതാണെന്നോ? അങ്ങനെ സുധി എല്ലാ കാറുകളും നോക്കിയിട്ട് ഒരു കാറ് സുധിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നുണ്ട്. അപ്പോൾ പറയുന്നുണ്ട്, എനിക്ക് ഈ കാറ് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു, എനിക്ക് ഈ കാറ് തന്നെ മതി. ഇതിൻ്റെ പുതിയത് എടുക്കണമെന്നാണ് ഞാൻ വിചാരിച്ചത്, പക്ഷേ അതിനുള്ള സാമ്പത്തിക ശേഷിയൊക്കെ എനിക്കുണ്ട്. പക്ഷേ ഞാൻ ആദ്യം വിചാരിച്ചു ഈ സെക്കൻഡ് ഹാൻഡ് മേടിച്ചൊന്ന് ഓടിച്ചു നോക്കാം, അതിന് ശേഷം പുതിയതെടുത്താൽ മതിയല്ലോ. പിന്നെ എൻ്റെ ഭാര്യയ്ക്ക് കൂടി വണ്ടി ഒന്ന് കാണണം, അവളെ ഞാൻ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ താൻ അപ്പോഴേക്ക് ഈ പേപ്പർ വർക്കുകളൊക്കെ ചെയ്യാനായിട്ട് പറയുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, ഞാൻ എന്തായാലും ഇപ്പോൾ 1,00,000 രൂപ അടയ്ക്കാം, ബാക്കി നിങ്ങൾ ലോണായിട്ട് എടുത്തോളാനൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ അയാൾ സമ്മതിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ശ്രുതിയാണെന്നുണ്ടെങ്കിൽ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. എന്താ ശ്രുതി നീ വിളിച്ചത്, പെട്ടെന്ന് വരാൻ പറഞ്ഞത്? അതെ, ഞാനൊരു കാറ് വാങ്ങിക്കാൻ തീരുമാനിച്ചു. എന്താ ശ്രുതി നീ പറയുന്ന, കാറ് വാങ്ങിക്കാനോ? ആദ്യം നമുക്ക് ബിസിനസ് അല്ലേ ചെയ്യേണ്ടത്. ആ കാശ് കൊണ്ട് ഇപ്പോൾ കാറ് വാങ്ങിച്ചാൽ എങ്ങനെയാണ്? ശ്രുതി, നമുക്ക് ആദ്യം ഒരു കാറാണ് വേണ്ടത്. നമ്മൾ ഈ ബിസിനസ് ചെയ്യാനൊക്കെ ആയിട്ട് ക്ലയൻറ്റിനെ കാണാനൊക്കെ പോകുമ്പോഴേ നമ്മൾ ഈ കാറിൽ പോയാലേ നമുക്കൊരു വില കിട്ടത്തുള്ളൂ. പിന്നെ നമ്മൾ ലോൺ എടുക്കണമെന്നുണ്ടെങ്കിലും ഈ കാറൊക്കെ കണ്ടു കഴിഞ്ഞാൽ അവർ പെട്ടെന്ന് ലോൺ തരും. ശ്രുതി, അതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ ഇപ്പോൾ? ആവശ്യമുണ്ട് ശ്രുതി, നീ ഇപ്പോൾ കാർ എന്തായാലും വന്ന് നോക്ക്. അങ്ങനെ ശ്രുതിയാണെന്നുണ്ടെങ്കിൽ പോയി കാറൊക്കെ നോക്കുന്നുണ്ട്. അപ്പോൾ ശ്രുതിക്കും കാറൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ട്. അപ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, നല്ല കാറ് ശ്രുതി, നമുക്ക് ഇത് തന്നെ മേടിക്കാമെന്ന് പറഞ്ഞിട്ട് അവർ നേരെ ഓണറിൻ്റെ അടുത്തേക്ക് പോവാണ് കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോഴേക്കും നമ്മുടെ സച്ചി നമ്മുടെ രാഷ്ട്രീയക്കാരെയും കൊണ്ട് വരുന്നുണ്ട്. എന്നിട്ട് ഓണറിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, ഇത് നമ്മുടെ ആളാണ് സാർ, ഇത് രാഷ്ട്രീയക്കാരാണ്, ഇവർക്ക് തന്നെ കാറ്, നല്ലൊരു കാർ എടുത്ത് കൊടുക്കണം, ഇവിടെ വിശ്വാസം ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നതെന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ അവരും കാറൊക്കെ നോക്കുന്നുണ്ട്. അങ്ങനെ അയാൾക്ക് ഒരു കാർ ഇഷ്ടപ്പെടുന്നുണ്ട്. അത് നമ്മുടെ സുധി നോക്കി വെച്ചിരിക്കുന്ന കാറാണ്. അപ്പോൾ അയാൾ പറയുന്നുണ്ട്, എനിക്ക് ഈ കാർ എന്തായാലും നന്നായി ഇഷ്ടപ്പെട്ടു, എനിക്ക് ഈ കാർ തന്നെ മതിയെന്ന് പറയാം. അപ്പോൾ നമ്മുടെ സച്ചി വന്നിട്ട് ആ ഓണറിൻ്റെ അടുത്ത് സംസാരിക്കുന്നുണ്ട്. ഈ കാർ അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടു, അദ്ദേഹം ഇപ്പം തന്നെ കാശ് അടയ്ക്കും, നിങ്ങൾ ആ കാർ അദ്ദേഹത്തിന് കൊടുക്കണമെന്നൊക്കെ പറയുകയാണെ. അപ്പോൾ അയാൾ പറയുന്നുണ്ട്, അയ്യോ സച്ചി, ഈ കാറെന്നുണ്ടെങ്കിൽ ബുക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണെന്നല്ലോ, ഒരു വലിയ ബിസിനസ്സുകാരനാണ് ബുക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്, അദ്ദേഹത്തിൻ്റെ അവിടെ പേപ്പർ വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതെയോ, അയാൾ എന്തെങ്കിലും അഡ്വാൻസ് തന്നിട്ടുണ്ടായിരുന്നോ? അഡ്വാൻസ് ഒന്നും തന്നിട്ടില്ല. അപ്പോൾ പിന്നെ കുഴപ്പമില്ല, അദ്ദേഹത്തിനോട് സംസാരിച്ചിട്ട് നിങ്ങൾ വേറെ കാർ അയാൾക്ക് സെറ്റാക്കി കൊടുക്കുക, ഈ കാർ ഇദ്ദേഹത്തിന് തന്നെ കൊടുക്കുക, ഇദ്ദേഹം വലിയ രാഷ്ട്രീയക്കാരനാണെന്നൊക്കെ പറയുന്നുണ്ട്. അയ്യോ സച്ചി, അത് ശരിയല്ലല്ലോ നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. അതൊക്കെ ശരിയാവും, അദ്ദേഹം അഡ്വാൻസ് ഒന്നും തന്നിട്ടില്ലല്ലോ, ഞാൻ നിങ്ങളെ വിശ്വസിച്ച് ഇദ്ദേഹത്തെ ഇങ്ങോട്ട് വിളിച്ചുകൊണ്ട് വന്നത്. ഇനിയിപ്പോൾ ഞാൻ ഒരു കാര്യം ചെയ്യും, ഞാൻ അദ്ദേഹത്തോട് സംസാരിക്കാമെന്ന് പറയണം. ശരി, എന്നാൽ സച്ചി ഒന്ന് സംസാരിച്ച് നോക്കുമെന്ന് പറഞ്ഞിട്ട് സച്ചിനെ വിളിച്ചുകൊണ്ട് വരുവാണ്. സച്ചി നോക്കുമ്പോൾ നമ്മുടെ ശ്രുതിയും കൂടെ അവിടെ ഇരിക്കുന്നു. അപ്പോഴേക്കും സച്ചി ചോദിക്കുന്നുണ്ട്, ഇതാണോ നിങ്ങൾ പറഞ്ഞ ബിസിനസ്സുകാർ? അപ്പോഴേക്കും നമ്മുടെ സച്ചിയാണെന്നുണ്ടെങ്കിൽ അവിടെ കിടന്ന് ഇങ്ങനെ പൊട്ടി പൊട്ടി ചിരിക്കുകയാണ് കേട്ടോ. എന്നിട്ട് സച്ചി ചോദിക്കുന്നുണ്ട്, നിങ്ങളാണോ കാറ് വാങ്ങിക്കാൻ വന്നത്? അപ്പോൾ ശ്രുതി പറയുക, അതെ ഞങ്ങൾ തന്നെയാണ് കാറ് വാങ്ങിക്കാൻ വന്നത്, എന്തേ ഞങ്ങൾക്ക് കാറ് വാങ്ങിച്ചൂടെ? അല്ല, വാങ്ങിക്കാം, നിങ്ങൾക്ക് കിട്ടിയ ഈ കാശ് എങ്ങനെയെങ്കിലും ചിലവാക്കി കളയുമെന്നുള്ള കാര്യം എനിക്കറിയായിരുന്നു. നിങ്ങൾക്ക് ബിസിനസ് ഒന്നും തുടങ്ങണ്ടേ, ആദ്യം ബിസിനസ് തുടങ്ങുക, എന്നിട്ട് കാറ് വാങ്ങിക്കുക. ഞങ്ങളിപ്പോൾ കാറ് വാങ്ങണം കാറ് വാങ്ങിക്കേണ്ടെന്നൊക്കെയാണ് ഞങ്ങളാ തീരുമാനിക്കുന്നത്, എന്തിനാ സച്ചി ഇടപെടുന്നത്? ശരി, ഞാൻ ഇടപെടുന്നില്ല, നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ അയക്കോ, പക്ഷേ ആ കാറ് തരാനായിട്ട് പറ്റത്തില്ല, അത് ഞാൻ അദ്ദേഹത്തിന് പറഞ്ഞു വെച്ചിരിക്കുന്ന കാറാണ്, അതുകൊണ്ട് നീ എനിക്ക് വേണേൽ വേറെ കാറ് നോക്കിക്കോളാൻ പറയാണ്. അപ്പോൾ സുധി അതൊന്നും സമ്മതിക്കുന്നില്ല, എനിക്ക് ആ കാറ് തന്നെ വേണം, ഞാനല്ലേ ആദ്യം ബുക്ക് ചെയ്തതെന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ കിടന്ന് വഴക്കുണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഓണർ വന്നിട്ട് പറയുന്നുണ്ട്, സച്ചിൻ നിനക്ക് ഇവരെ അറിയോ? അറിയാം, പറഞ്ഞു വരുമ്പോൾ എൻ്റെ ഒരു ഏട്ടനായിട്ട് വരും. സാർ, ഇവർക്ക് ഇപ്പോൾ കാറ് കൊടുക്കണ്ട, ഇവർക്ക് അതിൻ്റെ അത്യാവശ്യമൊന്നുമില്ല. അദ്ദേഹത്തിനാണെന്നുണ്ടെങ്കിൽ വലിയ രാഷ്ട്രീയക്കാരനാണ്, അദ്ദേഹത്തിന് ഇപ്പോൾ കാറ് കിട്ടിയേ പറ്റുള്ളൂ, പിന്നെ ആ കാർ അദ്ദേഹത്തിന് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനുള്ള ഗുണങ്ങളൊക്കെ ഉണ്ടാവും, കമ്മീഷനൊക്കെ കിട്ടുവേ. അപ്പോഴേക്കും നമ്മളുടെ ശ്രുതി ചോദിക്കുന്നുണ്ട്, നീ എന്തിനാ നിന്റെ ചേട്ടനെ മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് ഇങ്ങനെ അപമാനിക്കുന്നത്? ഇത് നിന്റെ ചേട്ടൻ ബുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന കാറല്ലേ, നിനക്ക് നിന്റെ ചേട്ടനേക്കായും വലുതാണോ ആ നിൽക്കുന്നവർ? അപ്പോൾ സച്ചി പറയുന്നുണ്ട്, അതുകൊണ്ടല്ല ഞാൻ പറഞ്ഞത്, ഇവനിപ്പം കാറിൻ്റെ ആവശ്യമൊന്നുമില്ലല്ലോ, ഒരു ഷോയ്ക്ക് വേണ്ടിയിട്ടല്ലേ നിങ്ങൾ കാർ എടുക്കുന്നത്, ആദ്യം ബിസിനസ് ചെയ്ത് കാശുണ്ടാക്കുക, എന്നിട്ട് അതിൻ്റെ ലാഭത്തിൽ നിന്ന് കാറൊക്കെ വാങ്ങിച്ചോളാൻ പറയാം, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ വേറെ കാറ് നോക്കിക്കോളാനും പറയുന്നുണ്ട്. അപ്പോൾ ആ ഓണർ പറയുന്നുണ്ട്, എനിക്ക് സച്ചിനെ ഭയങ്കര വിശ്വാസം, സച്ചി പറഞ്ഞാൽ എനിക്ക് വേറെ വാക്കില്ല, അതുകൊണ്ട് നിങ്ങൾ വേറെ കാർ വേണമെന്നുണ്ടെങ്കിൽ നോക്കിക്കോ, ഈ കാർ എന്തായാലും ഞാൻ അദ്ദേഹത്തിന് കൊടുക്കാമെന്ന് പറയുന്നുണ്ട്.
പിന്നെ സച്ചിയുടെ ചേട്ടനായതുകൊണ്ടേ ഞാൻ എന്തെങ്കിലും ഇളവുകളൊക്കെ ചെയ്തു തരാമെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ശ്രുതി പറയുന്നുണ്ട് ഞങ്ങൾക്ക് ആരുടെയും ദയവൊന്നും വേണ്ട, ഞങ്ങളിപ്പോൾ കാറ് വാങ്ങിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് ശ്രുതിനെ വിളിച്ചുകൊണ്ട് പോകുന്നുണ്ട്. അപ്പോൾ ശ്രുതി പറയുന്നുണ്ട് ശ്രുതി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട കാറായിരുന്നു, ആ റാസ്കൽ കാണിച്ചത് കണ്ടില്ലേ, സാരമില്ല ശ്രുതി, നമുക്കും ഒരു ദിവസം വരും, അന്നേരം നമുക്ക് അവനോട് പകരം ചോദിക്കാമെന്ന് പറഞ്ഞിട്ട് അവരവിടെ നിന്ന് പോകുന്നുണ്ട്. അങ്ങനെ ആ രാഷ്ട്രീയക്കാരന് കാറൊക്കെ കിട്ടുന്നുണ്ട്. അവർ ആ കാറും കൊണ്ട് നേരെ ബാറിലേക്കാണ് വരുന്നത്. എന്നിട്ട് സച്ചിയെടുത്ത് പറയുന്നുണ്ട് എനിക്ക് എന്തായാലും കാറ് സെറ്റാക്കി തന്നത് നീ, അതിലെനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്, അപ്പോൾ ആ സന്തോഷത്തിന് വേണ്ടിയിട്ട് നമുക്ക് രണ്ടെണ്ണം അടിക്കാമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ സച്ചി പറയുന്നുണ്ട് അയ്യോ വേണ്ട സാർ, ഇപ്പം ഞാൻ എന്തായാലും പകൽ കഴിക്കാറില്ല, പിന്നെ അതുമല്ല ഞാൻ വണ്ടി ഓടിക്കണ്ടേ, വണ്ടി ഓടിക്കുന്ന സമയത്ത് ഞാൻ കുടിക്കാറില്ല, അതുകൊണ്ട് നിങ്ങൾ പോയി അടിക്കാനായിട്ട് പറയുകയാണ്. അങ്ങനെ അവരെല്ലാവരും കൂടെ ബാറിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കാണിച്ചിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.